ഗൈസ്, വെൽക്കം ബാക്ക് ടു തസി ടീൽസ്. ഇന്ന് നമുക്കൊരു കാർണിവൽ കാണാൻ പോയാലോ? ടു പയ്യന്നൂർ കാർണിവൽ. തപ്സിയും ഷാനും ഞാനും രൂപശേട്ടനും തപ്സിൻ്റെ അച്ചാച്ചനും അമ്മമ്മയും എല്ലാവരും കൂടിയിട്ടാണ് കാർണിവൽ കാണാൻ പോയത്. നമ്മുടെ പയ്യന്നൂർ മാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാർണിവൽ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നൈറ്റാണ് ഏറ്റവും ദിവസം കാണാൻ, കാരണം കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും, ഫുഡൊക്കെ അവിടുന്ന് കഴിക്കാം. ഒരു ടിക്കറ്റിന് 50 രൂപയാണ് വില. നമ്മളെല്ലാവരും കൂടി പോയി. ഞങ്ങൾക്ക് കുറച്ച് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നെയ്ബർ തന്നതാണ്. അതിപ്പോൾ നമുക്ക് ലാഭമായി. ഞങ്ങളങ്ങനെ കാർണിവലിൻ്റെ മുന്നിലെത്തി. പിന്നെ മെല്ലെ ഉള്ളിൽ നിറയെ നഴ്സറി ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ ചെടികളൊക്കെ ഉണ്ട്. പ്ലാവ്, മാവ്, പൂക്കൾ, റോസ്, അങ്ങനെ പലതരം ചെടികളുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മെല്ലെ ഉള്ളിലോട്ട് പോയി. ഉള്ളിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. വലിയ ഒരാൾക്ക് ഒരു ടിക്കറ്റ്, അതിനൊരു 50 രൂപയാണ്. ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ടിക്കറ്റ് ഇല്ലാണ്ട് ഉള്ളിൽ കയറാം. അപ്പം ഞങ്ങൾ 4 പേരും കൂടി 4 ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് യാത്രയായി. തപ്സിയും ഷാനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ കുറേ ഷോപ്സ് ഉണ്ട്, കുഞ്ഞു സ്റ്റാളുകൾ തുറന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ നല്ല നോക്കി മുന്നോട്ട് പോയി. കൈത്തറി ഐറ്റംസ്, കുട്ടികളുടെ ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ. കുട്ടികൾക്കുള്ള വാച്ച്, കളിപ്പാട്ടങ്ങൾ, ഇതാ കമ്പൻസേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പഴയകാല ഫുഡ് ഐറ്റംസിൻ്റെ അതിപ്പോൾ ഏകദേശം എല്ലാ ചന്തകളിലും ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതിൻ്റെ ഇടയിൽ തപ്സിത ചിത്രാഞ്ജലി സ്റ്റുഡിയോസിൻ്റെ ഒരു റൊട്ടേറ്റിംഗ് ക്യാമറേൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് നേരം കളിച്ചപ്പോൾ തന്നെ റസിക്ക് മതിയേട്ടാ. റസിക്ക് ഒരു കയ്യൊന്നും അനങ്ങുന്നില്ല. പിന്നെ അതിനുശേഷം നേരെ പിന്നെ മുന്നോട്ടേക്ക് നടന്നു. കുറേ സ്റ്റാളുണ്ട് കേട്ടോ, പലതരം സ്റ്റാളുകളുണ്ട്. തപ്സി ഷാനും ഡാൻസും കളിയും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കിടന്ന്. പിന്നെയും സ്റ്റാൾ വരാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു, പോപ്കോൺ കഴിച്ചു. പിന്നെ വലിയൊരു സെക്ഷൻ നിറയെ ഓഫറുള്ള ഐറ്റംസാണ്. എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ അധികമൊന്നും സാധനം വാങ്ങിയില്ല. അന്ന് നമുക്കൊരു ചിരവേൻ്റെ കവർ വേണമായിരുന്നു, അത് മാത്രം വാങ്ങി. അത് കഴിഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോൾ ഫുഡ് കോർട്ടും അവിടെ ഇതാ ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുടുംബശ്രീയൊക്കെ നടത്തുന്ന അടിപൊളി ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പത്തിരി, ചിക്കൻ, നെയ്ച്ചോറ്, അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഡാൻസും കാണാൻ വേണ്ടിയിരുന്നു. കുഞ്ഞു കുട്ടികളുടെ കൈകൊട്ടിക്കളി നമ്മൾ ഫുള്ള് ഇരുന്ന് കണ്ടായിരുന്ന അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ല രസമായിട്ട് നമ്മൾ ഡാൻസ് കളിച്ചത് ഞങ്ങൾക്ക് കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് കണ്ട ശേഷമാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ. എന്നാലും ഇത്ര ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് സ്റ്റെപ്പൊക്കെ ഓർത്ത് വെച്ച് കളിക്കുന്നത് എന്ത് രസമായിട്ടാണ് അവർ കാണാൻ. അവരുടെ മേക്കപ്പും അവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ വളരെ രസമായിട്ടുണ്ടായിരുന്നു. തസ്സിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തസ്സി അങ്ങ് ദൂരെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഇരുന്ന് കാണാമായിരുന്നു ചെയ്തത്. കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം ആളെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബോധമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡാൻസ് ഒക്കെ കണ്ടങ്ങിരിക്കും. രാത്രി ഒത്തിരി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം പരിപാടീസൊന്നും കാണാൻ നിന്നില്ല. പക്ഷെ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് മൊത്തം. മാത്രമല്ല കാണാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഡാൻസ് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഡ്രാഗണിൻ്റെ മേലെ കയറി. പക്ഷെ ഡ്രാഗണിൻ്റെ മേലെ കയറി അതിൻ്റെ ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്ന് പോയത്. കുറച്ച് നേരം വട്ടം കറങ്ങിയപ്പോഴേക്കും ഷാനും ഒരു ടെൻഷൻ ആവാൻ തുടങ്ങി, അവൻ കരയാൻ തുടങ്ങി. പിന്നെ അയാളെ കൊണ്ട് നിർത്തിച്ച് നമ്മൾ എങ്ങനെയൊക്കെയോ ഇറങ്ങി നമ്മൾ ഓടി.
കാരണം ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ആയാലല്ലേ നിർത്തുള്ളൂ. അങ്ങനെ അവസാനം നിർബന്ധിച്ച് ഞങ്ങൾ ഇറങ്ങായത്. തപ്സിക്ക് കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. തപ്സിക്ക് ഇഷ്ടമാണ് ആ ഡ്രാഗണിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വേറെ കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആകാശത്തൊട്ടിലുണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും കയറാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്കൊന്നും പോയില്ല. പിന്നെ കുറേ പ്ലേ ഗെയിംസൊക്കെ ഉണ്ട്. ഗെയിംസിന് വെറുതെ പൈസ കളഞ്ഞില്ല, കാരണം ഒന്നും സമ്മാനം കിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ കാർണിവൽ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.